അല്ല കൈസേ, അനീഷിൻ്റെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കില്ലേ. ഷാനവാസ് നല്ലൊരു സുഹൃത്താണെന്ന് അനീഷിനെ കൊണ്ട് തന്നെ പറയിപ്പിച്ചു. ലാലേട്ടനും ഷാനവാസും എല്ലാവരും കൂടി. ആ ചെങ്ങായി ഒരു കയ്യകലത്തിലാണ് എല്ലാവരെയും നിർത്തിയായിരുന്നു അല്ലേ. ഷാനവാസ് കളിച്ചിട്ട് ഏറ്റവും അവസാനം വെറുപ്പിച്ചിട്ട് അവസാനം അവൻ്റെ ഒരു വിശ്വാസം പിടിച്ചു പറ്റുന്ന രീതിയിൽ അവസാനം ഷാനവാസിനെ നല്ലൊരു സുഹൃത്താണ്, ഐ ലവ് യു ഷാനവാസി എന്നുള്ള രീതിയിൽ ഗെയിമിൻ്റെ ഭാഗമായിട്ടാണോ അല്ലാണ്ട് അറിയില്ല, അവൻ്റെ ഉള്ളിലേക്കാണ് കയറ്റി വിട്ട് എല്ലാവരും കൂടി. എന്നിട്ട് ഇപ്പം എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ചെങ്ങായിട്ട് അടുത്ത് ഭയങ്കരമായിട്ട് പാവം തോന്നുന്നുണ്ട് കേട്ടോ. സത്യം പറയില്ല, ഭയങ്കരമായിട്ട് പാവം തോന്നുന്നുണ്ട്. ആ ചെങ്ങായിയുടെ ആ കോയിനൊക്കെ ആ ചെങ്ങായി മറ്റേ അവർ അതിലല്ലേ എടുത്തു വെച്ചപ്പോൾ ഷാനവാസ് അതിൻ്റെ ഇടയിൽ ഒരു ഉണക്ക കളി കളിച്ചു എന്നുള്ളതല്ലാതെ അവൻ്റെ ഗെയിമിൻ്റെ ഭാഗമായിട്ടൊക്കെ കരുതാം. പക്ഷേ ഇറിറ്റേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് മനസ്സിലാകാത്തത്. ഇവ മറ്റേതുണ്ടല്ലേ, മറ്റേ ഇതിലിങ്ങനെ എഴുതി വയ്ക്കുകയൊക്കെ ടിഷ്യൂ പേപ്പറിൽ എഴുതുകയൊക്കെ ചെയ്തിട്ട് ബിഗ് ബോസിന് കോയിൻ്റെ രൂപത്തിലത് കാണിച്ചു കൊടുക്കാനായി ശ്രമിച്ചപ്പോൾ അടുത്തുനിന്ന് മാറണില്ല. ഒരു പ്രൈവസി പറഞ്ഞ സാധനം അവിടെ കൊടുക്കണില്ല. എന്ത് സുഹൃത്താണ് ഇവൻ. എന്നിട്ട് അവൻ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് പാവം അനീഷ് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് അവിടെ നിന്ന് സംസാരിക്കണങ്ങൾ കേട്ടില്ലേ കൈസേ? കേട്ടില്ലെങ്കിൽ എന്തായാലും എല്ലാവരും ഒരു കയ്യകലത്തിലാണ് നിർത്തേണ്ടത്. എന്തായാലും എന്ന് പറഞ്ഞില്ല, ഞാൻ പറഞ്ഞാണ് കയ്യകലത്തിലാണ് നിർത്തേണ്ടത്. ഒരാളെ വിശ്വസിക്കാൻ പറ്റില്ല. വിശ്വാസം ഉണ്ടാകുമ്പോഴല്ലേ വിശ്വാസവഞ്ചന ഉണ്ടാവുള്ളൂ. ആരും വിശ്വസിക്കരുത് എന്നൊക്കെ ഇനി അങ്ങനെ ആയിരിക്കും എന്നൊക്കെ. എത്ര പെയിൻഫുള്ളായിരിക്കില്ല ചങ്ങായിരിക്കും. അതോ ബിഗ് ബോസിൽ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പോകാൻ അങ്ങനെ കളിക്കണതാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് കേസ്? അനീഷിന് ഒറ്റയ്ക്ക് നിന്ന് കളിക്കുമ്പോഴാണ് കൂടുതൽ ആരാധകരുടെ ഒരു സപ്പോർട്ട് കിട്ടുകയാണ് കേസ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയുള്ളൊരു മനുഷ്യൻ മനഃപൂർവ്വം ഒരുത്തനെ അവൻ്റെ സൗഹൃദത്തിലേക്ക് ചേർത്തിയിട്ട് അങ്ങനെ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ ഒരാളുടെ ആവശ്യമുണ്ടോ അനീഷിന്? ഉണ്ടോ? ആവശ്യമുണ്ടോ? നിലപാടുള്ള മനുഷ്യൻ, വിസിബിലിറ്റി നല്ല രീതിയിൽ ഉണ്ടാക്കുന്ന മനുഷ്യൻ, കണ്ടൻറ്റ് ഉണ്ടാക്കുന്ന മനുഷ്യൻ, നെഗറ്റിവിറ്റി അവിടെ സ്പ്രെഡ് ചെയ്യാത്ത മനുഷ്യൻ. ഇനിയിപ്പോൾ ഒരു ബിഗ് ബോസ്, അതും കോമണർ, ഇന്നൊരു ബിഗ് ബോസ് വിന്നറാവാനുള്ള മെറ്റീരിയലും കൂടിയാണ് അനീഷിന് ഷാനവാസിൻ്റെ ഒരു സപ്പോർട്ടിൻ്റെ ഒക്കെ ആവശ്യമുണ്ടോ അവിടെ നിന്ന് ജീവിക്കണമെങ്കിൽ, അവിടെ നിൽക്കണമെങ്കിൽ, വോട്ട് കിട്ടണമെങ്കിൽ, എവിക്റ്റ് ആവാണ്ടിരിക്കണമെങ്കിൽ? എന്തൊക്കെ അവിടെ സംഭവിക്കും. പലരും ഇങ്ങനെ പറയുന്നുണ്ടെന്ന് അനീഷിന് ഒരു എന്താ പറയുക, അനീഷിന് നല്ല രീതിയിൽ ആളുകൾക്ക് ഉണ്ടാക്കി കൊടുത്ത ആളുകളുടെ സ്നേഹം ഉണ്ടാക്കി കൊടുത്ത ഒരാളാണ് ഷാനവാസ് എന്നൊക്കെ. ആണോ കേസ്? നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയട്ടോ. എനിക്കങ്ങനെ തോന്നുന്നില്ല. ഷാനവാസ് അവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അനീഷിൻ്റേതായ ഒരു പ്രസക്തി, ഒരു വിസിബിലിറ്റി, അവൻ്റേതായിട്ടുള്ള ഒരു സംഗതി അവിടെ ഉണ്ട് എന്നാണ് കേസ് ഞാൻ വിശ്വസിക്കണത് കേട്ടോ. എനിക്ക് ആ ബിഗ് ബോസിൽ ഇപ്പോഴുള്ള കണ്ടസ്റ്റൻസിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ് അനീഷ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ അതുകൊണ്ട് പറയണതാണെങ്കിൽ അങ്ങനെ വിചാരിക്കണം, അങ്ങനെ വിചാരിച്ചോളൂ. അനീഷിൻ്റെ പലരും പറയുന്നുണ്ട് അനീഷ് അടിപൊളി പ്ലെയറാണ്, പക്ഷേ അനീഷിൻ്റെ PR വന്നിട്ട് ഇങ്ങനെ ഒലിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അനീഷിനോട് വെറുപ്പ് പോകുന്നതാണ് ചെയ്യണത്. അത് PR പോയി പറയുക, ഞാൻ PR ഒന്നുമല്ല. ഇപ്പോഴത്തെ ഒരു സംഭവം എന്താ വെച്ചാൽ അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. ആളുകൾ എന്തൊക്കെ പറയും. ഇപ്പോൾ ഒരാളോട് നമുക്ക് സ്നേഹം ഉണ്ട് വിചാരിച്ചാൽ അയാളെക്കുറിച്ച് ആൾക്കാരിങ്ങനെ ഭയങ്കരമായിട്ട് പൊക്കി വിട്ട് നമുക്ക് അയാളോട് സ്നേഹം കുറയും. അങ്ങനെയാണോ? അത് ശരി. ഇതൊരു ബിഗ് ബോസിൻ്റെ സൈക്കോളജിയാണ് തോന്നുന്നില്ലേ ഗൈസ്? ബിഗ് ബോസ് കാണുന്ന ആളുകളുടെ ഒരാൾക്ക് ഇപ്പോൾ ലക്ഷ്മീനെ എല്ലാവരും നെഗറ്റീവായിട്ട് അങ്ങനെ കണ്ട് അപ്പോൾ ലക്ഷ്മിയുടെ അടുത്ത് സ്നേഹം കൂടി, അങ്ങനെയാണോ? എനിക്ക് അങ്ങനെയാണ് തോന്നുന്നില്ല. അവിടെ ഒറ്റയ്ക്ക് നിൽക്കണമുണ്ടല്ലോ സ്നേഹം തോന്നിയത്. അതുപോലെ ഒരാളോട് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ ആ ഇഷ്ടമുള്ള ആളിനെ കുറിച്ചിട്ട് ആരെയാണ് നമുക്ക് ഇഷ്ടം? ഇപ്പോൾ അനീഷിന് ഇഷ്ടമാണ് വിചാരിക്കുക. അനീഷിന് എല്ലാവരും കുറേ ആൾക്കാർ നല്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനീഷിന് നമ്മൾ വെറുക്കുമോ? എന്താണ്? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എന്താ ഇവിടുത്തെ അവസ്ഥ? മേ ബി ആയിരിക്കൂലേ, എന്തായിക്കോട്ടെ. എനിക്ക് തോന്നുന്നത് ഈ ഷാനവാസിനെ മാറ്റി നിർത്തണത് തന്നെ നല്ലത്. ഒരു കയ്യകല ഗ്യാപ്പ് വയ്ക്കുമ്പോഴേ അടിപൊളിയാകും തോന്നുന്നു ഗൈസ്. എന്തായാലും അനീഷിന് മോർ പവർ അടിപൊളിയായിട്ട് ഉഷാറായിട്ട് മുന്നോട്ട് വരട്ടെ. അനുമോളുടെ കാര്യമാണ് എന്താ അവൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്?